പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നേ ദിവസം നമ്മൾ ശ്രവിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനം ലേവ്യരുടെ പുസ്തകം അതിൻ്റെ 27-ാം അധ്യായം 30-ാം തിരുവചനം. ദേശത്തുള്ളവരുടെ എല്ലാം ദശാംശം കർത്താവിനുള്ളതാണ്. ഇതാണ് നമ്മൾ ഇന്ന് ശ്രവിക്കുന്ന ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് ഈശോ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ദശാംശം നമ്മൾ നിരന്തരം ഈശോയ്ക്ക് കൊടുക്കുന്നതാണ്. പല രീതിയിൽ പല തരത്തിൽ നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ ദശാംശത്തെ നമ്മൾ ഏത് രീതിയിലാണ് ഈശോയ്ക്ക് നമ്മൾ കൈമാറുന്നത്, അതേ രീതിയിൽ ഈശോ തിരിച്ച് നമുക്ക് ദശാംശമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളുടെ വിഹിതം ഈശോ നമുക്കും തരുന്നുണ്ട്. നമുക്കറിയാം, ദശാംശം നമ്മൾ കൊടുക്കുമ്പോൾ 10-1 ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. 10-1 ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിൻ്റെ 10-1, അതായത് ഒരു 10,000 രൂപ ഒരു മാസം വരുമാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൽ 1000 രൂപ ഈശോയ്ക്കുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മൾ ദശാംശത്തെ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിലാണ്. ഈ ദശാംശം നമ്മൾ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മനോഭാവം അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ അത് ദശാംശമാകുന്നത്. അതല്ല, ആ ഒരു മനോഭാവത്തോടെ അല്ല, ഞാൻ ദേഷ്യപ്പെട്ടും സങ്കടപ്പെട്ടും കൊടുക്കണമല്ലോ എന്നുള്ളൊരു വിചാരത്തോടു കൂടെയാണ് ദശാംശം കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്ന സമ്പത്ത് മാത്രമേ സ്വീകാര്യമാകുന്നുള്ളൂ. കൊടുക്കുന്ന വ്യക്തിയുടെ ആത്മസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, 10,000 രൂപ ഒരു വ്യക്തിക്ക് വരുമാനമുണ്ട് എന്ന് ആ വ്യക്തി പറയുന്നു. ഈ 10,000 രൂപ ആ വ്യക്തിക്ക് വരുമാനം കൊടുത്തതാരാ? ഈശോ തന്നെയല്ലേ? അപ്പൊ ഈശോ നമുക്ക് 10,000 തന്നിട്ട് അതിൽ നിന്ന് 1000 എനിക്ക് തരുമോ എന്ന് ഈശോ ചോദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദശാംശം. അതല്ലാതെ നീ ഉണ്ടാക്കിയ വിഹിതത്തിന്റെ 10-1 എനിക്ക് താ എന്ന് ഈശോ പറഞ്ഞിട്ടില്ല. നിന്റെ സമ്പത്ത് കർത്താവായ ദൈവത്തിന്റെ ദാനമാണ്. നിനക്കുള്ളതെല്ലാം ദൈവം നിനക്ക് തന്നതാണെങ്കിൽ അതിലൊരു ഓഹരി അവനുള്ളത്. എനിക്കൊരാൾ കടം തന്നു, ആ കടം എനിക്ക് 1,00,000 രൂപ അയാൾ കടം തന്നിട്ട് എൻ്റെ കയ്യിലേക്ക് 1,00,000 രൂപ തന്നിട്ട് അയാൾ പറയും, ഇതിലൊരു 10,000 ഞാൻ എടുക്കുക, കാരണം എനിക്കൊരു ആവശ്യമുണ്ട്. നമ്മൾ എത്ര സന്തോഷത്തോടെ കൊടുക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ 1,00,000 എനിക്ക് കിട്ടിയതിൽ 90,000 എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇത് വെറുതെ കിട്ടിയതാണ്, ദാനമായിട്ട് കിട്ടിയതാണ്. അയാൾക്ക് ഞാൻ എന്ത് കൊടുക്കുന്നുണ്ട്? 10,000 രൂപ. അത് സന്തോഷത്തെ പ്രതി നിറഞ്ഞ മനസ്സോടെ നമ്മൾ കൊടുക്കും. ഇത് തന്നെ ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവം തന്നതിൽ നിന്നൊരു വിഹിതമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. അതല്ലാതെ ഞാൻ നേടിയെടുത്തതിൽ നിന്നൊരു വിഹിതമല്ല ദൈവത്തിന് ഞാൻ കൊടുക്കുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ ഓരോരുത്തരെയും വഴി നടത്തുന്നതും നമ്മളുടെ അധ്വാനം എന്ന് നമ്മൾ പറയുന്നതും നമ്മളുടെ സമ്പത്തെന്ന് പറയുന്നതും നമ്മൾക്കുള്ള വിഹിതങ്ങൾ, അസറ്റ്, ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെയാണ്. നമ്മുടേതായിട്ടൊന്നുമില്ല. നമ്മൾ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഇതെല്ലാം നിനക്ക് കാലാകാലങ്ങളായി നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആ ദൈവം നിനക്ക് തന്ന അവൻ്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവൻ ആവശ്യപ്പെട്ടാൽ എത്രയോ നല്ല മനസ്സോടുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദശാംശം എന്ന് പറയുന്നത്. ദൈവത്തിന് ഞാൻ കൊടുക്കുന്ന, ദൈവം എനിക്ക് തന്ന വിഹിതത്തിൻ്റെ 10-1. ഈ ദശാംശം നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ് പ്രിയപ്പെട്ട ദൈവജനമേ നമ്മുടെ ആത്മസ്ഥിതിയിൽ വ്യത്യാസം വരുന്നത്. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സജ്ജമാകുന്നത് എങ്ങനെയാ? ഇത് ദൈവം എനിക്ക് തന്നു, അതിനൊരു വിഹിതം ഞാൻ ദൈവത്തിന് കൊടുത്തു. ഇനി അടുത്തത്, ദൈവം എനിക്ക് തരുന്നൊരു ദശാംശമുണ്ട്. ഞാനൊരു 50 കൊന്ത ചൊല്ലി കർത്താവായ യേശു ക്രിസ്തുവിന് പരിശുദ്ധ അമ്മ വഴി ഞാൻ കാഴ്ചവെക്കുകയാണെങ്കിൽ ഈ 50 കൊന്തയിൽ കർത്താവിന് ഒരു പക്ഷേ അതിൻ്റെ ദശാംശം ഇങ്ങനെ, നീ എനിക്ക് തരുന്ന ദശാംശം ഇങ്ങനെയാണ്. അപ്പം ഞാൻ നിന്റെ 50 കൊന്തയ്ക്കുള്ളത് മുഴുവൻ ഞാൻ നിനക്ക് തരേണ്ട ആവശ്യമില്ല, അതിൻ്റെയും ദശാംശമേ ഞാൻ നിനക്ക് തരികയുള്ളൂ എന്നൊരു തീരുമാനം ദൈവത്തിനെടുത്തൂടെ? അപ്പൊ ദൈവം നമുക്ക് തരുന്നത് എന്തായിരിക്കും? 50ന്റെ 10-1 ദൈവം എനിക്ക് തരുന്നുള്ളൂ. അപ്പൊ ഞാൻ 50 സമർപ്പിച്ചിട്ട് 50 കൊന്തയും ഞാൻ ഏത് ഇന്റൻഷനിലേക്ക് സമർപ്പിച്ചുവോ ആ ഇന്റൻഷനിലേക്ക് ഈ 50 കൊന്ത അല്ലെങ്കിൽ 50 തരത്തിലുള്ള പ്രാർത്ഥനയുടെ വിഹിതം എനിക്ക് കിട്ടണമെന്ന് ദശാംശം കൊടുക്കാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് എങ്ങനെ ആ വ്യക്തിക്ക് അവകാശപ്പെടാൻ പറ്റും പ്രിയപ്പെട്ടവരെ? അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത് നമ്മൾക്കുള്ള വിഹിതമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ ഒരു കടലാസിൽ എഴുതി വച്ചിരിക്കുന്ന ഒന്നല്ല പ്രാർത്ഥന. പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയിലേക്കാണോ ഈ കടലാസിൽ എഴുതിയ പ്രാർത്ഥന മനസ്സിലേക്ക് കടന്നു വന്ന് മനസ്സിലത് രൂപപ്പെട്ട് ഹൃദയത്തിൽ അതിനെക്കുറിച്ച് സംഗ്രഹിച്ച് ആത്മാവ് അത് ഏറ്റുപറയുന്നിടത്താണ് പ്രാർത്ഥനയാകുന്നുള്ളൂ. അതായത് എൻ്റെ ആത്മാവിൽ നിറഞ്ഞ് എൻ്റെ അധരം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് എൻ്റെ ആത്മാവ് ആ പ്രാർത്ഥന എൻ്റെ അധരത്തിലൂടെ ഉരുവിടുന്ന സമയത്താണ് അതിന് പ്രാർത്ഥനയുടെ ഒരു ഫോമായി മാറുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയുടെ ഫോം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ദൈവവും അതിൻ്റെ 10ൽ 10 എനിക്ക് കിട്ടുന്നില്ല. ദൈവവും എനിക്ക് തരുന്നത് അതിൻ്റെ 10ൽ 1 അംശം മാത്രമായിരിക്കും അനുഗ്രഹമായിട്ട് എനിക്ക് കിട്ടുന്നുള്ളൂ. കാരണം അവിടെ ദൈവത്തിനുമുണ്ട് എനിക്ക് തരുന്നതിൽ ഒരു ദശാംശത്തിൻ്റെ വിഹിതം. അപ്പം ഞാൻ ഈ ദശാംശം ദൈവം എനിക്ക് തരുന്ന ദശാംശം ഞാൻ 50 കൊന്ത കർത്താവായ യേശു ക്രിസ്തുവിനെ പരിശുദ്ധ മൊഴി സമർപ്പിച്ചാൽ അതിൻ്റെ 10ൽ 1 പ്രതിഫലമായിട്ട് അനുഗ്രഹമായിട്ട് ദൈവം എനിക്ക് തരുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ എങ്ങനെ ഈ ജപമാല ദൈവത്തിന് സമർപ്പിക്കണം? എൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെ ഞാൻ ദൈവത്തിന് കൈമാറണം? എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് കൈമാറേണ്ടത് ആരാധനകളായിട്ട് ദൈവത്തിന് കൈമാറണം. എൻ്റെ പ്രാർത്ഥനകളെല്ലാം ആരാധനകളായിട്ട് കൈമാറിയാൽ ഈ ആരാധനകളുടെ പ്രത്യേകത, അതിനകത്ത് ഇൻറ്റൻഷനില്ല. ആരാധനകളിൽ മറ്റൊരു ശ്രദ്ധയുമില്ല. ആരാധനകളിൽ മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആരാധനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവനാമം മഹത്വപ്പെടുക. അപ്പം പഠിപ്പിച്ച് എന്ന പുത്രനിലൂടെ അപ്പം പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം. ഇതാണ് ആരാധന. ഈ ആരാധന, ദൈവിക നാമം പൂജിതമാകാൻ നമ്മൾ ചെയ്യുന്നതാണ് ആരാധനയെങ്കിൽ ഇതിൻ്റെ മുഴുവൻ വിഹിതവും, പ്രിയപ്പെട്ടവരെ, സ്പിരിച്വലി എനിക്ക് തിരിച്ച് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളെല്ലാം ആരാധനകളായി ദൈവസമക്ഷം ഞാൻ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ 10ൽ 1 അംശമല്ല, 10ൽ 10ഉം കർത്താവ് തിരിച്ചു തരാൻ മനസ്സാകും. കാരണം ഞാൻ പൂർണ്ണതയിൽ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ എൻ്റെ ആരാധനകളിൽ പകുതിയോളം, അതല്ലെങ്കിൽ ഒരു 80% നിയോഗാർത്ഥം ഞാൻ ആരാധിച്ചതാണ്. അപ്പോൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. ആ 80ൽ 20% മാത്രമായിരിക്കും ആരാധനയായിട്ട് ദൈവത്തിന് കിട്ടിയതെങ്കിൽ 20ൻ്റെ ദശാംശം 10ൽ 1 ദൈവം എനിക്ക് തിരിച്ചു തരുള്ളൂ പ്രാർത്ഥനകളിൽ. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് ദശാംശം, കർത്താവ് ആഗ്രഹിക്കുന്ന ദശാംശം നിങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളാകുന്ന ആരാധനകളിലൂടെ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തിരിച്ചു ഓരോന്ന് തരികയും ചെയ്യുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ആരാധനകളായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അവിടെ ദശാംശമായിട്ട് കർത്താവിന് തരാൻ തോന്നാതെ പൂർണ്ണതയിൽ ആ ആരാധനകളുടെ മുഴുവൻ, നീ സമർപ്പിച്ച ആരാധനകളിൽ സംപ്രീതനായി നിന്റെ ദൈവം നിനക്ക് തരുന്നതാണ് സമസ്തവും നിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ ദശാംശം എന്ന് പറയുന്ന അവസ്ഥ ദൈവത്തിന് കൊടുക്കുമ്പോൾ അത് 2 രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒന്ന്, ദൈവം എനിക്ക് തരുന്ന ദശാംശവും. 2, ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന ദശാംശവും. ദൈവം എനിക്ക് ദശാംശമായിട്ട് എങ്ങനെ തരുന്നു? കർത്താവായ ദൈവം എനിക്ക് എങ്ങനെയാണ് ദശാംശമായിട്ട് തരുന്നത്? എൻ്റെ പ്രാർത്ഥനകളിൽ 10ൽ 1 ഭാഗം മാത്രമേ ആരാധനകളായിട്ട് സമർപ്പിക്കുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ വിഹിതമേ എനിക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് എൻ്റെ പ്രാർത്ഥനകളിൽ മുഴുവനും ദൈവിക ആരാധനയാണെങ്കിൽ അതിൽ 10ൽ 10ഉം കർത്താവ് എനിക്ക് തിരിച്ചു തരും. എന്തുകൊണ്ട്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടുകൂടെ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളതിൻ്റെ വിഹിതമായിട്ട് പൂർണ്ണതയിൽ തന്നെ ദൈവം എനിക്കത് തിരിച്ചു തരും. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥമായ ആരാധനയും യഥാർത്ഥമായ ദൈവിക സ്തുതിപ്പും. അപ്പം ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും എൻ്റെ മനോഭാവം എന്തായിരിക്കണം? 10ൽ 10 എനിക്ക് തിരിച്ചു കിട്ടണമെന്നുള്ള മനോഭാവമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകണമെങ്കിൽ എന്തു വേണം?
പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. ഉത്കണ്ഠ നിറഞ്ഞ മനസ്സോടുകൂടെ, വ്യാകുലമായിട്ടുള്ള മനസ്സോടുകൂടെ, എല്ലാ തരത്തിലും ടെൻഷനും നിരാശകളുമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിന്റെ ആരാധനകളുടെ വിഹിതം ഈ പറയുന്ന ഉത്കണ്ഠകളും നിരാശകളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. അതിലൊരു ഭാഗം മാത്രം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നുള്ളൂ. ഈശോ നമ്മളോട് പറയുന്നു, പൂർണ്ണമായിട്ട് കൊടുക്കുക. ദൈവമല്ലേ എനിക്ക് തന്നത്. എൻ്റെ സമ്പത്തും എനിക്കുള്ളതെല്ലാം, എൻ്റെ സ്വത്തും, എനിക്ക് ദൈവം തന്ന വാഹനവും ഭവനവും എല്ലാം ദൈവം എനിക്ക് തന്നതാണെങ്കിൽ പൂർണ്ണമായി കർത്താവെ ഞാനത് നിനക്ക് സറണ്ടർ ചെയ്യുന്നു. അതിൽ 10-1 ഭാഗമല്ല, അതിൽ 10 മുഴുവനും ഞാൻ നിനക്ക് തന്നെ തരിക. കാരണം എന്താണ്? ഇതെല്ലാം നിൻ്റേതാണ്, എൻ്റേതല്ല. അപ്പം ഞാനിതിൽ ദശാംശമായിട്ട് നിനക്ക് തന്നാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ഒന്ന് ആലോചിച്ചേ, ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ കുറഞ്ഞു പോയി എന്നൊരു ചിന്ത നമുക്ക് വരില്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനല്ലേ ഞാൻ ഏറ്റവും അധികം കൊടുക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് പ്രിയപ്പെട്ടവനായിട്ട് മാറണം. നമ്മൾ ദശാംശം കൊടുക്കുമ്പോഴും പ്രാർത്ഥനകളാകുന്ന ആരാധനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴും ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ദൈവത്തിന് തന്നെ നമുക്ക് സമർപ്പിക്കാം. അവനതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ച് തരികയും ചെയ്യും. അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പറയണം, 10-ൽ 10 ദൈവമേ എനിക്ക് തരണം. കാരണം ഞാൻ നിന്നെ ആരാധിച്ചത് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.